നമസ്കാരം. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. എല്ലാ മൃഗങ്ങൾക്കും അവരുടെ സ്വന്തം കുഞ്ഞിനെ എത്രമാത്രം പ്രിയമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ആഴ്ച തുർക്കിയിൽ നടന്ന ഒരു സംഭവം. രോഗബാധിതനായി അങ്ങേറ്റം അവശനായ തൻ്റെ കുഞ്ഞിനെ കടിച്ചെടുത്തുകൊണ്ട് മൃഗാശുപത്രിയിൽ എത്തിച്ച ഒരു നായ അമ്മയുടെ കഥയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും വൈറലായി മാറിയിരിക്കുന്നു. ഇസ്താംബൂളിന് സമീപമുള്ള ഒരു ചെറു പട്ടണത്തിലാണ് ഈ സംഭവം നടന്നത്. ചൊരിയുന്ന മഴയത്താണ് ഈ നായയമ്മ സ്വന്തം കുഞ്ഞിനെയും കടിച്ചെടുത്തുകൊണ്ട് മൃഗാശുപത്രിയിലേക്ക് എത്തുന്നത്. ഇത്തരത്തിലുള്ള ഒരു കാഴ്ച കണ്ട മൃഗാശുപത്രി ജീവനക്കാരെല്ലാം പെട്ടെന്ന് ഓടിയെത്തി. അവർക്ക് കാര്യം മനസ്സിലായി, കുഞ്ഞ് തീരെ അവശ നിലയിലാണ് എന്ന്. അങ്ങനെ കുഞ്ഞിനെ അവർ എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നു. ഡോക്ടർമാർ വന്ന് പരിശോധിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് വളരെ കുറവായിരുന്നു. തുടർന്ന് ഡോക്ടർമാർ കുഞ്ഞിനെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റുകയാണ്. എല്ലാവിധ സംവിധാനങ്ങളുള്ള ഒരു മൃഗാശുപത്രിയായിരുന്നു അത്. കുഞ്ഞിനെ ഡോക്ടർമാർ പരിശോധന നടത്തുന്ന സമയത്തെല്ലാം തന്നെ അതിനുള്ളിലേക്ക് കടന്നു കയറിയ നായയമ്മ കൗതുകത്തോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളുമൊക്കെ തന്നെ ഇപ്പോൾ പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഡോക്ടർമാർ മറ്റൊരു കാര്യം അറിയുന്നത്. ഈ നായയമ്മ ഈയിടെ പ്രസവിച്ചിരുന്നു, പക്ഷേ അതിലെ ഭൂരിപക്ഷം കുഞ്ഞുങ്ങളും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളത്. അവശേഷിച്ച 2 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു കുട്ടിയെ നേരത്തെ തന്നെ പ്രദേശത്തുള്ള മൃഗസ്നേഹികളായ വ്യക്തികൾ ഈ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഈ കാഴ്ച കണ്ട നായമ്മയ്ക്ക് ഒരുപക്ഷെ ഇത് ചികിത്സിക്കാനുള്ള സ്ഥലമാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം രണ്ടാമത്തെ കുഞ്ഞിനെയും കടിച്ചെടുത്തുകൊണ്ട് ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ആശുപത്രിയിലേക്ക് എത്തിയത്. ഇപ്പോൾ അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ നായമ്മയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായി പാല് കൊടുക്കാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു ഈ കുട്ടികളുടെ ആരോഗ്യനില ഇത്രയും വഷളായതിൻ്റെ കാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോൾ മികച്ച രീതിയിലുള്ള പോഷകാഹാരവും മറ്റും ഡോക്ടർമാർ ഇവർക്ക് നൽകുന്നുണ്ട്. മാത്രവുമല്ല, ഈ അമ്മയുടെയും മക്കളോടുള്ള സ്നേഹം കണ്ട് അവർ പലരും അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെരുവിൽ കഴിയുന്ന നായ അമ്മയും അവരുടെ കുഞ്ഞുങ്ങളെയും പ്രത്യേകം സംരക്ഷണം ഒരുക്കാൻ ആശുപത്രി അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 പേരും അമ്മയും 2 മക്കളും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. തൽക്കാലം സന്ദർശകരെ അനുവദിക്കേണ്ടതില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കാരണം നായക്കുഞ്ഞുങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന സ്ഥിതിക്ക് ആളുകളെ പ്രവേശിപ്പിക്കും എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ സംഭവം വൈറലായതോടുകൂടി നിരവധി പേരാണ് ഇവയുടെ ആരോഗ്യനില അന്വേഷിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് ബന്ധപ്പെടുന്നതും ഈ കുട്ടികളെയൊക്കെ തന്നെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതും. ഏതായാലും ഇതൊരു അത്ഭുത കഥ തന്നെയാണ്. സാധാരണ നായകളെക്കുറിച്ച് നമുക്കറിയാം, അവർ അതീവ ബുദ്ധിശക്തിയുള്ള മൃഗങ്ങൾ തന്നെയാണ്. മൃഗങ്ങളിലൊന്ന് നായ തന്നെയാണ് എന്ന് നിരവധി സംഭവങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. നമുക്കിന്ന് കേസ് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നായകളെ ഉൾപ്പെടുത്തുന്നത്, അതുപോലെ ബോംബ് പരിശോധനയ്ക്ക് ഒക്കെ തന്നെ ഈ നായകളെ ഉപയോഗിക്കുന്നത് ഏറെ ഫലപ്രദമാണ് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഒരമ്മ, അത് മൃഗമായിട്ട് പോലും സ്വന്തം കുഞ്ഞിൻ്റെ ആരോഗ്യനില പരിഗണിച്ച എത്ര ആകാംക്ഷയോട് കൂടിയാണ് സ്വന്തം കുഞ്ഞിനെയും കടിച്ചെടുത്തുകൊണ്ട് ഇതൊരു മൃഗാശുപത്രിയാണ് എന്ന് മനസ്സിലാക്കി അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഈ നായമ്മയ്ക്ക് അഭിവാദ്യവുമായി നിരവധി പേരാണ് എത്തുന്നത്.